ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത്. വിഷുവിന് മുന്നേ ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ എല്ലായിടവും. അതുകൊണ്ട് ഞാൻ ഓരോരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ടല്ല, വെക്കേഷൻ ആയതുകൊണ്ട് മക്കൾ വീട്ടിലിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒറ്റയടിക്കൊന്നും ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല. മുകളിലത്തെ റൂം ക്ലീനിങ് കഴിഞ്ഞു. പിന്നെ താഴെ ഹോളിലിരുന്നാണ് മക്കൾ എപ്പോഴും കളിക്കുന്നതും ബുക്കുകൾ വായിക്കുകയും അവരുടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നതും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ അങ്ങ് ക്ലീൻ ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അവരെപ്പോഴും വീട്ടിലുണ്ടല്ലോ. അതുകൊണ്ട് അതിനൊരു സമയം ഞാൻ പ്രത്യേകമായിട്ട് എടുത്തിട്ടില്ല. ഇന്ന് ഞാൻ റൂമാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു 2 മണിക്കൂറും കൊണ്ട് തീരേണ്ട ക്ലീനിങ് ഞാനൊരു 3-4 മണിക്കൂർ എടുത്താണ് കേട്ടോ ക്ലീൻ ചെയ്തത്. കാരണം ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഫുഡ് കൊടുക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെയാണ് ഇന്ന് ഞാൻ റൂം ക്ലീൻ ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ റൂമിലാണെങ്കിലും പ്രത്യേകിച്ച് ഷെൽഫൊന്നുമില്ല. അവിടെ ഒരു ബെർത്താണുള്ളത്. അത് ഓപ്പൺ ആയതുകൊണ്ട് അവിടെ എപ്പോഴും പൊടിയായിട്ടിരിക്കും കേട്ടോ. നമുക്ക് ഈ ബാക്കിയായിട്ട് വരുന്ന ഡ്രസ്സുകളും മക്കളുടെ ചെറുതാകുന്ന ഡ്രസ്സുകളും ഒക്കെയാണ് ഞാനെടുത്ത ബാഗിലൊക്കെ ആക്കി അതിൻ്റെ മുകളിൽ വെക്കുന്നത്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കെടുത്ത് പൊടി തട്ടി കൊടുക്കാറുണ്ട്. മൂത്ത മോൻ്റെ ഡ്രസ്സുകളാണ് അതിൽ. അതൊരുവിധം ചെറുതായതാണ്. അത് രണ്ടാമത്തവന് ഇടാലോ. അങ്ങനെ എടുത്ത് വെക്കുന്നതാണ്. പിന്നെ ഞാൻ ആ പില്ലോ എല്ലാം എടുത്ത് അപ്പുറത്തേക്ക് മാറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. ഇപ്പോൾ രാവിലത്തെ കുക്കിങ്ങും സാധാരണ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുണി എടുക്കുമായിരുന്നു അലമാരയിൽ. അപ്പോൾ അതിനുള്ളിലും കുറേ ചെറുതായ ഡ്രസ്സുകൾ, ചെറിയ മക്കളുടെ ഡ്രസ്സുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ എന്താ കവറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, മാറ്റി വെക്കാനായിട്ട്. കുറച്ചൊക്കെ കളയാനുള്ളതാണ്. എല്ലാം ഇട്ട് മുഷിഞ്ഞതും കീറിയതും അങ്ങനത്തെയൊക്കെ ഡ്രസ്സുകളുണ്ടല്ലോ ചെറുതായത്. ചിലതൊന്നും ഇവർ കളയാൻ പോലും സമ്മതിക്കത്തില്ല. എപ്പോഴും അത് തന്നെ ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ കഴിഞ്ഞ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കർട്ടൻ ഇവിടെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത് സ്ക്രൂ വെച്ചിട്ടായതുകൊണ്ട് എനിക്ക് അഴിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഇന്ന് അതുകൊണ്ട് ഞാൻ കർട്ടനൊന്നും മാറ്റുന്നില്ല കേട്ടോ, അല്ലാതെ തന്നെ ക്ലീൻ ചെയ്യുകയാണേ. അപ്പോൾ ആ ജനലിലെ പൊടിയൊക്കെ ഞാനൊന്ന് തട്ടുന്നുണ്ട്. അതുപോലെ എല്ലാ പാളികളും ഒന്നും തുറന്നിടാനും പറ്റില്ല കേട്ടോ. നമ്മളിങ്ങനെ അമർത്തി തുറന്നു കഴിഞ്ഞാൽ അതെങ്ങാനും പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എപ്പോഴും തുറക്കുന്ന 1-2 ജനലുണ്ടല്ലോ, 1-2 പാളി, അത് മാത്രമാണ് തുറന്നിട്ടിട്ട് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ പുറത്തൂടെ വന്നിട്ട് ജനലൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം. അപ്പോൾ ഫാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ മോനെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അവൻ വന്നിട്ടുണ്ട്. അവിടെ ഒരു സ്റ്റൂളിൻ്റെ മേലെ കയറി നിന്നിട്ടാണ് കേട്ടോ തുടയ്ക്കുന്നത്. നേരത്തെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് ഞാൻ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ മോനാണെങ്കിൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് ടൈമിൽ എനിക്ക് ഓടി ഓടി വന്ന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് തന്നിട്ട് അങ്ങ് പോവുകയാണേ. അപ്പോൾ ഇനി വലയൊക്കെ ഒന്ന് അടിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ടിപ്പ്. നമ്മുടെ മോപ്പിൻ്റെ അറ്റത്തേക്ക് ഒരു ചൂല് വെച്ച് ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വെള്ളത്തെ വലയൊക്കെ അടിക്കുന്നത്. മോപ്പാണെങ്കിൽ അങ്ങ് ഒടിഞ്ഞു പോയി. ചെറിയ മക്കൾ എൻ്റെ കൂടെ വന്ന് നിന്ന് ഹെൽപ്പ് ചെയ്തതാണ്. കുത്തി കുത്തി അതങ്ങ് ഒടിഞ്ഞു പോയി. അപ്പോൾ പഴയൊരു ചൂല് കിടപ്പുണ്ടായിരുന്നു. അത് ഞാൻ അതിൻ്റെ അറ്റത്തേക്ക് കുത്തി വെച്ചിട്ട് അതിൻ്റെ ബാക്കി അങ്ങ് ചെയ്തു. അപ്പോൾ എനിക്ക് എളുപ്പമായിട്ട് തോന്നി. അതുണ്ടല്ലേ, തറ തൂക്കുന്നത് പോലെ തന്നെ നമുക്ക് ഭിത്തിയും തൂക്കാം. അപ്പോൾ വല അവിടെ ഇവിടെ ഒന്നും ഇരിക്കില്ല. എനിക്ക് അത്ര വെയിറ്റ് ഉള്ളതായിട്ടും തോന്നുന്നില്ല കേട്ടോ. പിന്നെ ഈസി ആയിട്ട് ഓരോ കോർണറും നമുക്ക് അടിച്ചെടുക്കാവേ. ഞാൻ പറഞ്ഞില്ലേ ഹോള് നേരത്തെ ഞാൻ ക്ലീൻ ചെയ്തായിരുന്നു എന്ന്. അവിടെ വലയൊക്കെ അടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മക്കളിങ്ങനെ കുത്തി അത് ഒടിഞ്ഞു പോയത്. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാനിപ്പോൾ ഇതുകൊണ്ട് എല്ലായിടത്തും വലയൊക്കെ നേരത്തെ അടിച്ചായിരുന്നു. അപ്പോൾ ഈ റൂമിൽ 2 ജനാലയാണുള്ളത് കേട്ടോ, 2 സൈഡിൽ. ആ 2 ഇനിയൊന്ന് ക്ലീൻ ചെയ്ത് മാറ്റണം. അപ്പോൾ മോളാണെങ്കിൽ എൻ്റെ കൂടെ അവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ എത്ര പറഞ്ഞിട്ടും അവൾ പോകുന്നില്ല. കാരണം നമ്മൾ ഇതുപോലുള്ള ജോലികൾ ചെയ്യുമ്പോഴാണ് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ കൂടുതൽ ഇഷ്ടം. അവരുടേതായ പണികൾ പറഞ്ഞാൽ, ഇപ്പം ബുക്ക് എടുത്ത് വെക്കാനോ ഡ്രസ്സ് എടുത്ത് വെക്കാനോ ഒക്കെ പറഞ്ഞാൽ മടിയായിരിക്കും. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം നിൽക്കും. നമ്മളിങ്ങനെ നോക്കുമ്പോൾ പൊടിയൊന്നും കണ്ടില്ലെങ്കിലും തൂത്ത് വരുമ്പോഴേക്കും നല്ല പൊടിയായിരിക്കുമല്ലോ. അപ്പം ഞാൻ വഴക്ക് പറഞ്ഞ് മാറ്റുന്നുണ്ട് അവരെ. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്കൊരു ബാക്ക് പെയിനും വയ്യായ്കയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ക്ലീനിങ്ങിനൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നുമില്ല. നമുക്കങ്ങനെ വയ്യാതെ ഇരിക്കുന്ന സമയത്ത് മാനസികമായിട്ടും ഒരു വിഷമമായിരിക്കുമല്ലോ. ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, എന്നാൽ ചെയ്യാതിരിക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ. അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള ക്ലീനിങ് ഒക്കെ ചെയ്തപ്പോൾ ഓരോ ദിവസമായിട്ട് ഒരു ജനൽ ഒരു ദിവസം, ഒരു സൈഡ് ഒരു ദിവസം അങ്ങനെ വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ഈ റൂം അങ്ങനെ നമുക്ക് 1-2 ദിവസമായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇത് തീർക്കണമല്ലോ എന്നുള്ള രീതിയിൽ ക്ലീൻ ചെയ്ത് തുടങ്ങിയത്. ബെർത്തിൻ്റെ മുകളിലുള്ള പൊടിയൊക്കെ നമുക്ക് തൂത്ത് വാരാം. കുറച്ചൊക്കെ ആ സൈഡിലേക്ക് എനിക്ക് എത്തത്തില്ല. അപ്പോൾ അത് തൂത്ത് താഴേക്ക് തന്നെയാണ് ഇടുന്നത് കേട്ടോ.
പിന്നെ ചെറുതായിട്ട് നനച്ച തുണി കൊണ്ട് നമുക്ക് കമ്പികളെല്ലാം ഒന്ന് തുടച്ചെടുക്കാം. ഭയങ്കരമായിട്ട് നനയ്ക്കണ്ട, ചെറുതായിട്ട് നനച്ചാൽ മതി. അപ്പോൾ വേഗം ഉണങ്ങി കിട്ടുമല്ലോ. അപ്പം ഞാൻ ഇത്ര സ്പീഡിൽ കാണിക്കുമ്പോൾ സ്പീഡിലാണ് തുടയ്ക്കുന്നതെന്ന് വിചാരിക്കരുത്. ഞാനിത് സ്പീഡിൽ ഇട്ടിരിക്കുന്നതാണ്. കുറച്ച് സ്ലോ ആയിട്ട് തന്നെയാണ് തുടയ്ക്കുന്നത് കേട്ടോ. ഓരോരോ കമ്പികളും നേരത്തെ മുതൽ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ക്ലീനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പഠിക്കുന്ന സമയത്താണെങ്കിലും ക്ലീൻ ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരമേ തീരുള്ളൂ എന്നാണ്. അപ്പോഴും ഞാനിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ആ ഭാഗത്തെ സാധനങ്ങൾ തിരിച്ച് തുടച്ച് ഉണക്കി എടുത്ത് വെച്ചിട്ടൊക്കെ ആയിരിക്കും അടുത്ത ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ അമ്മ വഴക്ക് പറയുമായിരുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേറൊന്നും ചെയ്യില്ല എന്ന്. അപ്പോൾ ഇത് 2 ജനലുകളും തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അലമാരയാണ് കേട്ടോ തുടയ്ക്കാനുള്ളത്. ഞാൻ പറഞ്ഞില്ലേ രാവിലെ മുതൽ ഞാൻ ഡ്രസ്സൊക്കെ എടുക്കുമായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു അലമാര മാത്രമാണ് കേട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. വേറെ തടിയുടെ അലമാരയൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. കാരണം ട്രാവൽ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുമ്പോൾ ഇങ്ങനത്തെ ആണല്ലോ എളുപ്പം. അതും ജസ്റ്റ് ഒന്ന് തുടച്ചിടുന്നുണ്ട്. അത് തുടയ്ക്കുമ്പോഴാണ് ആ ഷൈനിങ് നന്നായിട്ട് വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഉണങ്ങുമ്പം അതിൻ്റെ കളറൊന്ന് മാറും. അപ്പോൾ നമുക്ക് വേഗം തന്നെ അലമാര ഒന്ന് തുടച്ച് വൃത്തിയാക്കാം കേട്ടോ. താഴെ ഭാഗം വരെ താഴെയൊക്കെ പൊടി ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റാം. പിന്നെ ആ കണ്ണാടി ഇപ്പോൾ ഒന്ന് ജസ്റ്റ് തുടയ്ക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പേപ്പർ വെച്ചിട്ടൊക്കെ ഒന്ന് തുടയ്ക്കണം. ഈ സമയമായപ്പോഴേക്കും അവിടെ സ്നാക്സൊക്കെ എടുത്തു കൊടുക്കാൻ പറഞ്ഞിട്ട് ബഹളം തുടങ്ങിയായിരുന്നു കേട്ടോ പിള്ളേർ. അവർ ടി വി ഒക്കെ കണ്ടിരുത്തിയേക്കുമായിരുന്നു. പിന്നെ ഒരാൾ കളിക്കാൻ വേണ്ടി സൈക്കിൾ ചവിട്ടി പുറത്ത് പോവും. അവൻ വന്നിട്ട് കഴിക്കാൻ ചോദിക്കുമല്ലോ. ഇന്ന് ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല. ബിസ്ക്കറ്റൊക്കെ ഇരുന്നത് എടുത്ത് കൊടുക്കുകയായിരുന്നു കേട്ടോ ചെയ്തത്. ഇനി ആ ഡോറൊക്കെ ഒന്ന് തുടയ്ക്കണം. പെട്ടെന്ന് തന്നെ തുടയ്ക്കാവേ. പിന്നെ ആ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാവേ. അത് മാറ്റാതെയാണ് ഇത്ര നേരം തുടച്ചുകൊണ്ടിരുന്നത്. അപ്പം നിറയെ പൊടിയായിട്ടുണ്ട്. അപ്പോൾ ഇതിനി മെഷീനിലിട്ടൊന്നും കഴുകാൻ പറ്റില്ല കേട്ടോ. ഞാൻ അല്ലാതെ സോപ്പ് പൊടി മുക്കി വെച്ചിട്ടാണ് കഴുകുന്നത്. പിന്നെ നമുക്ക് തറയൊക്കെ ഒന്ന് തൂത്തുവാരാം. ഇവിടെ കണ്ട സ്പേസ് തീരെ കുറവാണ് കേട്ടോ. ഈ 2 കട്ടിലും ഇങ്ങനെ അടുപ്പിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോഴല്ലാതെ തന്നെ നമ്മൾ തൂക്കുമ്പോഴാണെങ്കിലും കുറച്ച് പ്രയാസമാണ് കേട്ടോ. ഈ കട്ടിലിൻ്റെ ഇടവഴിയൊക്കെ കയറി ഒന്ന് തൂത്ത് വരണമെങ്കിൽ. പിന്നെ ഇപ്പോഴാണെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് വലിച്ചു മാറ്റാൻ പറ്റില്ല. അത് ഉയർത്താനായിട്ട് നല്ല വെയിറ്റ് ആയതുകൊണ്ട്. പിന്നെ അവിടെ ഇരുന്നിട്ട് ഞാൻ അതിൻ്റെ അടിയിൽ നിന്ന് വലയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. കുറച്ച് തൂത്തൊക്കെ മാറ്റുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്ട്രെയിൻ അങ്ങ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. എങ്കിലും മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ പൊടിയെല്ലാം തൂത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് തുടയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനിടയിൽ മക്കൾ ഇടയ്ക്കിടയ്ക്ക് ഓടി വരുന്നുണ്ട്. ഞാൻ വഴക്ക് പറഞ്ഞ് ഓടിക്കുവാണ്. പിന്നെ അത് ആ മോപ്പിൽ നീളമുള്ള ചൂല് കെട്ടിക്കഴിഞ്ഞപ്പോഴേ എനിക്കിങ്ങനെ കട്ടിലിൻ്റെ അടിയിൽ അധികം അകത്തേക്ക് കയറാതെ തന്നെ തൂത്ത് മാറ്റാം കേട്ടോ. പൊടിയെല്ലാം ഇങ്ങ് പോരുന്നുണ്ട്. അപ്പോൾ ഇതാ കുറേ പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഒന്ന് തൂത്ത് വാരിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാഗെല്ലാം എടുത്ത് ആ ബെർത്തിൻ്റെ മുകളിലേക്ക് വെക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മോൻ്റെ ഡ്രസ്സെന്ന് പറഞ്ഞത്. ഒരു സമയത്ത് അവന് ഫുട്ബോളെന്ന് പറഞ്ഞിട്ട് എല്ലാത്തരം ജേഴ്സിയും വാങ്ങുമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇത് കുറേ കൂടുതലായത്. വാങ്ങുമ്പോഴത്തേക്ക് 2-3 എണ്ണമൊക്കെ വാങ്ങും. പിന്നെ ഒരുവിധം നല്ല ഡ്രസ്സൊക്കെ ഇവിടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ആൾക്കാർ വരുമല്ലോ. കഴിഞ്ഞ മാസം വന്നിരുന്നു. അങ്ങനെ ഒരാൾക്ക് കൊടുത്തു. പിന്നെ പിള്ളേരുടെ ഡ്രസ്സ് എടുക്കാൻ വരുന്നവർ കുറവാണ്. നമ്മുടെ വലിയ ആൾക്കാരുടെ ഡ്രസ്സൊക്കെയാണല്ലോ ചോദിക്കുന്നത്. ഇനിയിപ്പോൾ വേഗം തന്നെ തറയും കൂടെ ഒന്ന് തുടച്ചിടാവേ. ഇവിടെ അങ്ങ് തുടച്ചിട്ട് പിന്നെ നമുക്ക് ബാക്കി റൂമും കൂടെ തുടച്ച് മാറണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ക്ലീനിങ് അങ്ങ് കഴിയും. അപ്പോൾ റൂം ഫുള്ളും കട്ടിലിൻ്റെ അടിയും എല്ലാം തുടച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ തുടച്ചിട്ട് ഇവിടെ ഷീറ്റൊക്കെ വിരിച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് നമുക്ക് അടുത്ത റൂമെല്ലാം ക്ലീൻ ചെയ്തങ്ങ് പോവാം. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഗ്ലാസ് ശരിക്കും തുടച്ചിട്ടില്ലായിരുന്നു. ഗ്ലാസ് ക്ലീനർ ഒഴിച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി തുടയ്ക്കാമേ. അത് കഴിഞ്ഞ് പേപ്പറിട്ട് ഞാൻ തുടയ്ക്കുന്നുണ്ട്. അത് പിന്നെയാണ് കേട്ടോ ചെയ്തത്. ഞാൻ ഈ സമയം ചെയ്യാൻ മറന്നു പോയായിരുന്നു. പിന്നെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ ആ ക്ലീനർ ഉപയോഗിച്ചിട്ട് എല്ലായിടും ഒന്ന് തുടയ്ക്കുന്നുണ്ട് അലമാരയുടെ പുറം ഭാഗമേ. അങ്ങനെ റൂം ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ബെഡ്ഷീറ്റും കൂടെ വിരിച്ചിടാം. ഈ സമയമായപ്പോഴേക്കും മോൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നുണ്ട് അവിടെ ഓരോന്നൊക്കെ ചെയ്തു തരാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.
പിന്നെ ഞാൻ യൂസ് ചെയ്ത ആ മോപ്പില്ലേ അറ്റത്ത് ചൂല് കെട്ടിയത്, അതും കൊണ്ട് വളരെ ഉയരത്തിലുള്ള ഭാഗവും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. താഴെ നിന്നുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഞാൻ സ്റ്റൂള് കൊണ്ടിട്ടിട്ട് അതിൻ്റെ മേലെ കയറി നിന്നിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ചരിച്ച് വാർത്തിട്ടുള്ള ഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നേരത്തെ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.